കേരളത്തിൽ ഇടതുപക്ഷം ഇന്ന് നേരിടുന്ന ഈ ചരിത്രപരമായ തിരിച്ചടി അപ്രതീക്ഷിതമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിയതാണ്. സത്യത്തിൽ ഇത് ഇടതുപക്ഷം അറിഞ്ഞുകൊണ്ട് ഇരന്നു വാങ്ങിയ ഒരു പരാജയമാണ്. CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ഉറച്ച വോട്ടർമാരും അനുഭാവികളും പ്രവർത്തകരും പോലും ഇത്തവണ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ആ പ്രസ്ഥാനത്തിലേക്കാവുന്ന ഏറ്റവും വലിയ പ്രഹരം കൂടിയാണ്. കേരളത്തിൽ ഏത് രാഷ്ട്രീയക്കാരിലും ഇടതുപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കുന്ന 55 മുതൽ 60 വരെ ഉറച്ച മണ്ഡലങ്ങളുണ്ട്. അവിടെ പോലും ചുവപ്പ് കൊടികൾ നിലം പൊത്തിയെങ്കിൽ അത് പാർട്ടിയും സർക്കാരിനെയും സ്വന്തം വോട്ടർമാർ തന്നെ തിരുത്താൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ്. ഈ പതനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഒരുപോലെ ഉത്തരവാദികളാണ്. ഇത് പറയാതിരിക്കാൻ കഴിയുകയുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിജയത്തിന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയും അതുപോലെ അദ്ദേഹത്തിന്റെ അഹന്തയും ജനങ്ങളോടുള്ള കടുത്ത അമർഷത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. അധികാരത്തിന്റെ മതത്തിൽ ജനങ്ങളെ പുച്ഛിക്കുന്ന ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയെന്നത് അനിഷേധ്യമായ സത്യവും കൂടിയാണ്. ജനാധിപത്യപരമായ സംവാദങ്ങൾക്കോ വിമർശനങ്ങൾക്കോ സ്ഥാനമില്ലാത്ത ഒരു ഏകാധിപത്യ സ്വഭാവം അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും പ്രകടം തന്നെയായിരുന്നു. ഒരു പൗരൻ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം ഇതിനു മുമ്പ് ഇതേവരെ കണ്ടിട്ടുണ്ടാവില്ല. ദൃശ്യമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലെയും പുതിയ കാലത്ത് ഇത്തരമൊരു പെരുമാറ്റം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുമുണ്ട്. സാധാരണക്കാരനെ വെല്ലുവിളിക്കുന്ന ഈ ധിക്കാരത്തിന് ജനം നൽകിയ മറുപടി കൂടിയാണ് ബാലറ്റ് ബോക്സുകളിൽ നാം കണ്ട കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ഒരാളെ ഇനിയും അധികാരത്തിൽ തുടരാൻ അനുവദിക്കണമോ എന്ന് സാധാരണക്കാർ ചിന്തിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെയും D. സുകുമാരൻ നായരെയും അതുപോലെ SDPM പോലുള്ള സമുദായ നേതാക്കളെ അതിൻ്റെയൊക്കെ പ്രവർത്തകരെയും പ്രീണിപ്പിച്ചാൽ തന്നെ വോട്ടുകൾ മൊത്തമായി പെട്ടിയിലാക്കാമെന്ന CPM-ന്റെ ആ പഴയ കണക്കുകൂട്ടലുകൾ അമ്പെ പാളിപ്പോവുകയും ചെയ്തു. വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ പ്രതിക്കൂട്ടിലായ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുപോയത് ഇടതുപക്ഷത്തിന്റെ മതേതര മുഖത്തിനേറ്റ വലിയ പ്രഹരം കൂടിയായിരുന്നു. ഇതിലൂടെ ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം UDF-ലേക്ക് അപ്പാടെ ഒഴുകി പോകുന്ന സാഹചര്യമുണ്ടായി. സമുദായ നേതാക്കൾക്ക് സ്വന്തം സമുദായത്തിൽ പോലും സ്വാധീനമില്ലെന്ന വസ്തുത തിരിച്ചറിയുന്നതിൽ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും പരാജയപ്പെടുകയും ചെയ്തു. ഈ ഒരു പ്രീണന രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ ഐക്യത്തെയും അടിത്തറയും തകർത്തുകളയുകയും ചെയ്തു. സമുദായ നേതാക്കളുടെ വാക്കിന് വില കൊടുക്കുന്നതിനേക്കാൾ വലിയ വില ജനം അവരുടെ വോട്ടിന് നൽകി എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം തന്നെ വലിയ പിഴവുകളുടേതായിരുന്നു. മന്ത്രിമാരെ തിരഞ്ഞെടുത്തത് മുതൽ ഭരണപരമായ തീരുമാനങ്ങളിൽ വരെ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെട്ടത്. ഇതിലേറ്റവും വലിയ വീഴ്ച സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P. ശശിയെ നിയമിച്ചത് കൂടിയായിരുന്നു. ലൈംഗികാരോപണത്തെ തുടർന്ന് മുമ്പ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാളെ തന്നെ വീണ്ടും അധികാര കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യത്തിന് പാർട്ടി അണികൾക്ക് പോലും മറുപടി ഉണ്ടായിട്ടില്ല. സ്വന്തം അഭിഭാഷക ഓഫീസ് നിലനിർത്തിക്കൊണ്ട് P. ശശി നടത്തിയ ഇടപെടലുകളും കൊച്ചി പനമ്പള്ളി നഗറിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടന്ന സെറ്റിൽമെന്റുകളും ഒടുവിൽ സർക്കാരിന്റെ മുഖം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. പോലീസിനെ സ്വന്തം പരിധിയിൽ നിർത്താൻ P. ശശി നടത്തിയ ശ്രമങ്ങൾ പോലീസിനെ ജനവിരുദ്ധമാക്കി മാറ്റുകയും ചെയ്തു. CPM നേതാക്കൾക്കോ സാധാരണക്കാർക്കോ മുഖ്യമന്ത്രിയെ സമീപിക്കാൻ കഴിയാത്ത വിധം ഒരു മതിൽ തീർത്തതിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും വലിയ പങ്കുണ്ട്. ഈ നിഗൂഢ ഭരണമാണ് ജനരോഷം വിളിച്ചു വരുത്തിയതും. മുഖ്യമന്ത്രി മാത്രമല്ല, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ പല അംഗങ്ങളും ധാർഷ്ട്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലായിരുന്നു. മന്ത്രിമാർ ജനസേവകരല്ല, മറിച്ച് യജമാനന്മാരാണ് എന്ന മട്ടിലുള്ള ഭാവം ഇടതുപക്ഷത്തിന് കനത്ത ആഘാതവും ഉണ്ടാക്കി. പരാജയപ്പെട്ട ഭൂരിഭാഗം മന്ത്രിമാരും അവരുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് മാത്രമാണ് ജനങ്ങളിൽ നിന്നും അകന്നുപോയത്. വീണ ജോർജ് മുതൽ പല മന്ത്രിമാരും ഇടതുപക്ഷത്തിന് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ ഒന്നാം പിണറായി സർക്കാരിലെ സ്ത്രീ വിഷയത്തിൽപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട AK ശശീന്ദ്രനെ വീണ്ടും മന്ത്രിയാക്കിയത് സർക്കാരിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യുന്നത് കൂടിയായിരുന്നു. ഇതിനുള്ള ശിക്ഷയാണ് ഏലത്തൂരിലെ CPM കോട്ടയിൽ നിന്നും ശശീന്ദ്രനെ അണികൾ തന്നെ തോൽപ്പിച്ചത്. 38,000-ലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സുരക്ഷിത മണ്ഡലം പരാജയപ്പെട്ടത് ഇടതുപക്ഷത്തിന്റെ അടിത്തട്ടിലെ തന്നെ മാറ്റത്തിന്റെ തെളിവ് കൂടിയാണ്. കണ്ണൂരിലെ പയ്യന്നൂരും തളിപ്പറമ്പും പോലെ CPM-ന് അജയ്യമായ കോട്ടകൾ ഇത്തവണ പപ്പടം പോലെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. ഇത് വെറുമൊരു വോട്ട് ചോർച്ച മാത്രമല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. CPM വോട്ടർമാർ മാറി ചിന്തിച്ചതല്ല, മറിച്ച് അവരെ കൊണ്ട് മാറി ചിന്തിപ്പിക്കാൻ നിർബന്ധിതമാക്കുകയായിരുന്നു CPM ചെയ്തത്. ചുവപ്പ് കോട്ടയായ കണ്ണൂരിനെ ഇനി അങ്ങനെ വിശേഷിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ജയിച്ച സ്ഥാനാർത്ഥികൾ പോലും വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് എന്നത് തിരിച്ചടിയുടെ ആഴം വ്യക്തമാക്കുന്നത് കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ ഫ്ലക്സുകൾ, അതായത് 6000-ലധികം ഫ്ലക്സുകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ചതും അദ്ദേഹത്തെ മുൻനിർത്തി വോട്ട് ചോദിച്ചതും ഇടതുപക്ഷ അനുഭാവികൾക്ക് പോലും ദഹിച്ചിട്ടുമില്ല. പാർട്ടിക്കുള്ളിലെ അനീതികൾക്കും അഴിമതിക്കുമെതിരെ ശബ്ദമുയർത്തിയ B. കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, G. സുധാകരൻ തുടങ്ങിയ നേതാക്കളുടെ നിലപാടുകൾ വോട്ടർമാരെ കാര്യമായി സ്വാധീനിക്കുകയും ചെയ്തു. പാർട്ടിയുടെ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ച
നേതൃത്വത്തെക്കുറിച്ച് അവർ നടത്തിയ പരാമർശങ്ങൾ സാധാരണക്കാരെ അണികൾക്കിടയിൽ പോലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. സർക്കാർ വിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആളിക്കത്തിയപ്പോൾ അത് അണയ്ക്കാനുള്ള ശ്രമങ്ങളൊന്നും പാർട്ടിയുടെ ഭാഗത്തൊന്നും ഉണ്ടായതുമില്ല. മറിച്ച് വിമർശിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന രീതിയാണ് നേതൃത്വം അവലംബിച്ചത് എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പിണറായി വിജയനും CPM നേതൃത്വത്തിനും നൽകുന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ്. ജനങ്ങളെയും പ്രവർത്തകരെയും പുച്ഛിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരാമെന്ന വ്യാമോഹം ഇനി നടക്കില്ല എന്നുള്ളത്. സമുദായ പ്രകടനവും വ്യക്തിപൂജയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളെ തന്നെ തകർത്ത് കളയുകയും ചെയ്തു. ഇനിയെങ്കിലും തെറ്റുകൾ തിരുത്താനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും തയ്യാറായില്ല എങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് പോലെ മാറ്റിയതും ഇടനിലക്കാർക്ക് അവിടെ ലഭിക്കുന്ന പ്രാധാന്യവും സാധാരണക്കാരെ വല്ലാതെ വേട്ടയാടിയിട്ടുണ്ട്. വാരേണ്യവർഗത്തോട് മുഖ്യമന്ത്രി കാണിക്കുന്ന വിധേയത്വവും പാവപ്പെട്ടവരോട് കാണിക്കുന്ന പുച്ഛവും ഈ പ്രസ്ഥാനത്തിന് അന്യവുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു ഒറ്റപ്പെടലാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഭരണവിരുദ്ധ തരംഗം മാത്രമല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ ഭരണത്തിനെതിരെയുള്ള ജനരോഷം കൂടിയാണ്. വികസനം എന്ന പേരിൽ പാവപ്പെട്ടവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കിയതും കേരളയിൽ പോലുള്ള പദ്ധതികളിൽ അനാവശ്യ വാശി കാണിച്ചതും ജനങ്ങളിൽ വലിയ അകൽച്ച ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത പദ്ധതികൾക്ക് വേണ്ടി കോടികൾ ദൂർത്തടിക്കുമ്പോൾ സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് വലിയൊരു ഭാഗം വോട്ടർമാരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന മനുഷ്യന്റെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നേതൃത്വത്തിന് ഇനി കേരളത്തിൽ പ്രസക്തിയുമില്ല. പാവപ്പെട്ടന്റെ പാർട്ടി എന്നത് അവകാശപ്പെടുന്നവർ ഇപ്പോൾ മുതലാളിമാരുടെയും ബൂർഷകളുടെയും പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവ് വൈകിയാൽ പ്രസ്ഥാനം ഇല്ലാതാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജനഹിതം മാനിക്കാത്ത ഒരു സർക്കാരിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് കേരളം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുക കൂടിയാണ്. ഈ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കരുതാമെങ്കിലും നിലവിലെ നേതൃത്വം അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ പടുകുഴിയിൽ നിന്നും രക്ഷപ്പെടാൻ CPMന് ഇനിയൊരു വഴിമുട്ടുണ്ടോ എന്നുള്ളതും കാലം തെളിയിക്കുകയും ചെയ്യും. സ്വന്തം അണികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഏകാധിപത്യപരമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു നേതൃത്വത്തിന് ഇനി അധികകാലം ആയുസ്സുമുണ്ടാകില്ല. ജനങ്ങളുടെ വികാരം മാനിക്കാത്ത ഭരണാധികാരികൾക്ക് ഇതാണ് അവസ്ഥയെന്ന് ലോക ചരിത്രം പറഞ്ഞു വരുന്നുമുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുമുണ്ട്. ആ ചരിത്രത്തിന്റെ ആവർത്തനമാണ് ഇപ്പോൾ കേരളത്തിൽ നാം കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജീർണത അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല, മറിച്ചൊരു പ്രസ്ഥാനത്തിന്റെ പതനത്തിന്റെ തുടക്കം കൂടിയാണ്. ഈ ഒരു തകർച്ചയിൽ നിന്നെങ്കിലും CPM പാഠം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വരുന്ന തലമുറയിൽ തന്നെ അത് വലിയ തരത്തിൽ ദോഷമായി ഭാവിക്കുക തന്നെ ചെയ്യും. കാരണം ഈ പാർട്ടിയെ വിശ്വസിക്കുന്ന, ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന, ഈ നേതാക്കളെ വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം പിന്നിലുണ്ട് എന്നുള്ളത് പാർട്ടി പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലമാണ് ഇന്ന് ഈ കാണുന്ന CPMന്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത്. നാം ഒന്ന് ആലോചിക്കണം, ഒരുപക്ഷെ തൊഴിലാളി പ്രസ്ഥാനമെന്ന് ഘോരഘോരം പ്രസംഗിച്ചിരുന്ന ആ പ്രസ്ഥാനം പലപ്പോഴും മുതലാളിമാർക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന സാധ്യത നാം കണ്ടിട്ടുള്ളതാണ്. പോലീസിനെ ഉപയോഗിച്ചുള്ള ഗുണ്ടാപ്പണി കഴിഞ്ഞ 10 വർഷമായി കേരളം കണ്ടതാണ്. പോലീസ് അതിക്രമം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായി. അത് P. ശശിയും ഒരു കാരണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന്. അതുമാത്രമല്ല, MV ഗോവിന്ദനും പിണറായി വിജയനും അതുപോലെ തന്നെ P. ശശിയും ഒപ്പം തന്നെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ നടത്തിയ ദാർഷ്ട്യപരമായ ധിക്കാരപരമായ പെരുമാറ്റങ്ങൾ നാടിനെ ഒന്നടങ്കം വെറുപ്പിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരം ജില്ല മുതൽ അങ്ങ് കാസർഗോഡ് ജില്ല വരെയുള്ള ഓരോ ജില്ലകളിലെയും ഓരോ പ്രവർത്തകരെയും അത് വലിയ തരത്തിൽ നിരാശപ്പെടുത്തിയിട്ടുമുണ്ട്, ബുദ്ധിമുട്ടിച്ചുമുണ്ട്, കഷ്ടപ്പെടുത്തിയിട്ടുമുണ്ട്. കാരണം ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം, അതിപ്പോൾ തുക്കട നേതാവ് മുതൽ അങ്ങ് വലിയ കൊമ്പത്തെ നേതാക്കന്മാർ വരെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ധിക്കാരം, ധാർഷ്ട്യം, അഹങ്കാരമെല്ലാം അതെല്ലാം കൂടി ചേർത്തുള്ള പണിയാണ് ഇത്തവണ കേരളം നിങ്ങൾക്ക് കൈക്കുമ്പിളിൽ വെച്ച് തന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇവിടെ CPMന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി ഇത്രയും നാണം കെട്ട് തരതാഴ്ത്തി ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന് മാത്രം അർഹതപ്പെട്ടതാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും നാറിയൊരു രാഷ്ട്രീയ മടക്കം ഒരുപക്ഷെ ഒരാൾക്കും ഉണ്ടായിട്ടില്ല, ഒരു മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടില്ല എന്നുകൂടി പറയേണ്ടി വരും. അതായത് രാജാവായി വാണിരുന്ന പിണറായി വിജയൻ ഒടുവിൽ തല താഴ്ത്തി തല കുമ്പിട്ട് മന്ത്രി കസേരയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഇന്ന് കേരളം പിണറായി വിജയനും CPM എന്ന പ്രസ്ഥാനത്തിനും സമ്മാനിച്ചിരിക്കുന്നത്.